മറിയത്തിൻ്റെ വിനയം. ലൂക്കോസ് 1:38. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ലൂക്കോസ് 1:38 മറിയത്തിൻ്റെ മറുപടി ലോക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. ഒരു യൗവനക്കാരിയായ പെൺകുട്ടി തൻ്റെ ജീവിതത്തിലേക്ക് അനിയന്ത്രിതമായി കടന്നുവരുന്ന ദൈവത്തിൻ്റെ പദ്ധതിയോട് മുഴുവൻ വിനയത്തോടെയും വിശ്വാസത്തോടെയും അതെ എന്ന് പറഞ്ഞ് എത്ര വലിയൊരു വിശ്വാസകൃത്യമാണ്. അവൾക്ക് മുമ്പിൽ അനിശ്ചിതത്വങ്ങളേറെ ഉണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ പ്രതികരണം, വിവാഹ ജീവിതത്തിൻ്റെ ഭാവി, ഒരു അമ്മയായി നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ. എന്നിരുന്നാലും മറിയം തൻ്റെ ആശങ്കകളേക്കാൾ വലിയ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ചു. ഇവിടെ വിനയം വെറും പുറമെയുള്ള വിനീത ഭാവമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴടങ്ങാനുള്ള മനസ്സാണ്. അവൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ സമ്മാനിച്ചു. മറിയത്തിൻ്റെ ഈ മനോഭാവം നമ്മെയും പ്രചോദിപ്പിക്കണം. നമ്മുടെ പദ്ധതികളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിലും അവയെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്ക് കീഴ്പ്പെട്ടിരിപ്പാൻ വിനയം ആവശ്യമാണ്. വിനയം മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊണ്ടുപോകുന്ന വഴിയാണ്. ഒരു വിനീത ഹൃദയത്തിൽ ദൈവം മഹത്തായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മറിയത്തിൻ്റെ വിനയം കൊണ്ടാണ് രക്ഷിതാവ് ലോകത്തിലേക്ക് വന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തണമെങ്കിൽ നമുക്ക് മറിയത്തെ പോലെ തന്നെ നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയേണ്ടതാണ്. പരിശുദ്ധ മാതാവേ, നിന്റെ വിനയം എനിക്കും തരണമേ. ദൈവത്തിൻ്റെ പദ്ധതിയോട് അതേ പറയാനുള്ള ധൈര്യം എനിക്ക് തരണമേ. എൻ്റെ സ്വപ്നങ്ങളും പദ്ധതികളും അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിനയത്തോടെ നിറച്ചു തരണമേ. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.